നമസ്കാരം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്ത്രിയുടെ വീട് പരിശോധിച്ചു. ഒരു ചുക്കം കിട്ടിയില്ല. ആരാ പറഞ്ഞതെന്ന് അറിയാമോ? മറുകാടൻ അരപ്പാളി, നമ്മളുടെ മറ്റേ പച്ചക്കുതിര ടൈപ്പ് പണിക്കർ, നിരീക്ഷകൻ പണിക്കർ, ഇവരൊക്കെ പറയാം ഒരു ചുക്കം കിട്ടിയില്ല. അവിടെ ഒരു ചുക്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലടോ പോയത്. പിന്നെ എന്തിനാ SIT അവിടെ പോയതെന്നല്ലേ? അതും നിന്റെ ബുദ്ധിയിൽ കയറില്ല. നിന്നേക്കാൾ അല്പം കൂടി ബുദ്ധിയുണ്ടടാ SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, സെലക്റ്റഡ് പേഴ്സണാലിറ്റികളാണ് അതിനകത്തുള്ളത്. തന്ത്രിയുടെ വീട്ടിൽ കയറിയിട്ട് സ്വർണ്ണക്കട്ടി, തങ്കക്കട്ടിയാണ് അവർക്ക് കിട്ടിയത്. അറിയോ? തങ്കക്കട്ടിയാണ് കിട്ടിയത്. വെറുതെ പറയുന്നതല്ല, ഞാൻ തെളിവ് തരാം കേട്ടോ. ഒന്നും കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞേ? സ്വർണ്ണക്കട്ടി, തങ്കക്കട്ടിയാണ് ഈ തന്ത്രി കള്ളൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്. തന്ത്രിയുടെ വീട് പരിശോധിച്ച് ഒന്നും കിട്ടിയില്ല. SITക്ക് ഒന്നും കിട്ടിയില്ല. 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ അവരെ തെരഞ്ഞത്. ഒന്നും കിട്ടിയില്ല. ഇളിഭ്യന്മാരായി. ആരാ പറയണതറിയോ? മറുകാടൻ അരപ്പാളിയെപ്പോലെ കുറേ അരപ്പാളികൾ. ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരവിടെ പോയത് ശബരിമലയിൽ നിന്ന് അടിച്ചു കൊണ്ടുപോയ സാധനത്തിൻ്റെ ബാക്കി അവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടോ, അലമാരയിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വീടിന് മുമ്പിൽ അലങ്കാരമായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. അതേത് പൊട്ടനും അറിയാമോ അത് അവിടെ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല എന്ന്. ആയതുകൊണ്ട് അതൊന്നും അന്വേഷിച്ചിട്ടല്ല അവിടെ പോയത്. അതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അവിടെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അത് പ്രതീക്ഷിച്ചിട്ടില്ല. അവിടുത്തെ സ്ഥാവര ജംഗമമായിട്ടുള്ള അമ്പലത്തിലെ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ട്, സ്ഥാവരം പറ്റില്ല ജംഗമമായിട്ടുള്ള ഇളകുന്ന വസ്തുക്കൾ അടിച്ചു മാറ്റി ഈ വീട്ടിലാരും കൊണ്ടുവയ്ക്കില്ല. പിന്നെ എന്തിനാണ് അവിടെ പോയത്? അവിടെ പോയപ്പോൾ അവർ അന്വേഷിച്ച് പോയത് തങ്കക്കട്ടികളാണ് അന്വേഷിച്ച് പോയത്. അത് കിട്ടുകയും ചെയ്തു. ആ വീടും ചുറ്റുപാടുകളും അതവർക്ക് അറിയണം. ആ വീടുകൾ ഇന്നലെ എന്നോണം വരെ ഏത് രീതിയിലായിരുന്നു, ഇന്ന് ഏത് രീതിയിലാണ്, അതിന് മാറ്റം വരുത്തിയിട്ടുള്ളത് അതറിയണം. അവിടെ വാഹനങ്ങളുണ്ട്, അതിൻ്റെ പഴക്കങ്ങൾ, ഏത് വാഹനം എപ്പോൾ വാങ്ങിച്ചു, എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്നിത്യാദി കാര്യങ്ങൾ. അതിന് മുമ്പുള്ളായിരുന്ന വാഹനങ്ങൾ ഏത് സൈസായിരുന്നു, അത് എത്ര രൂപയ്ക്കാണ് കൊടുത്തത്, അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളുടെ പഴക്കം, എപ്പോൾ വാങ്ങിച്ചു എന്നിത്യാദി കാര്യങ്ങൾ അതറിയണം. അവിടെ മൊബൈലുകളുണ്ട്. ഈ മൊബൈലുകൾ ആയതിൻ്റെ എല്ലാം നമ്പർ SIT കരുതി വച്ചിട്ടുണ്ട്. ഇന്നലെ എന്നോണം ഉപയോഗിച്ചിട്ടുള്ള ആ നമ്പറിലുള്ള മൊബൈലുകൾ അവിടെ ഉണ്ടോ ഇല്ലയോ, അതൊരു പ്രത്യേക കാലയളവിൽ ആ സിം കാർഡ് മുഴുവൻ അങ്ങോട്ട് മാറ്റിയോ, അത് പരിശോധിക്കണം. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ, അമ്പലക്കൊള്ള പിടിക്കുമെന്നുള്ള അതിനെക്കുറിച്ചുള്ളൊരു സൂചന കിട്ടിയ സമയത്ത് എന്ത് ചെയ്യും? ചിലപ്പോൾ പുതിയ പെൺകുട്ടികളുണ്ട്, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുന്നത് അറിയാം? അവരെ മൊബൈലെടുത്ത് കളയുവരും. വല്ല പുഴയിലും കൊണ്ട് കളയും. അച്ഛാ എന്താ മോളെ, അമ്മ വേലേ എന്തേ, അത് പുഴയിൽ വന്ന് വീണുപോയി. അച്ഛനറിയാം. ഞാൻ വിചാരിച്ചത് അത് 2 ദിവസത്തിനകത്ത് പുഴയിൽ വീഴുന്നത്. കാരണം അറിയാം, ആ മൊബൈലിന് വരാൻ പോകുന്ന ഭർത്താവ് ആ മൊബൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടുപോവില്ലേ, എന്നിട്ട് പുതിയ മൊബൈൽ വാങ്ങിക്കും. ഇതുപോലെ തന്നെ ഈ അമ്പലക്കൊള്ള പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചന കിട്ടിയ സമയത്ത് തന്നെ ആ വീട്ടിലെ സകല മൊബൈലുകളും മാറ്റിയിട്ടുണ്ട്. പുതിയ മൊബൈലിൻ്റെ നമ്പർ, പഴയ മൊബൈൽ എപ്പോൾ മാറ്റി എന്നിത്യാദി കാര്യങ്ങൾ. സ്ഥാവരവും ജംഗമവുമായിട്ടുള്ള അവരുടെ സ്വത്തുക്കൾ വിറ്റത് എപ്പോൾ, എത്ര രൂപയ്ക്ക്, പുതുതായിട്ട് വാങ്ങിയത് എപ്പോൾ, എത്ര രൂപയ്ക്ക്, അതിൻ്റെ രേഖകൾ, ഇതൊക്കെയും പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അല്ലാണ്ട് അവിടെ പോയിട്ട് വാതിൽമേക്ക് മുട്ടി ഇവിടെ ശബ്ദത്തിന് കുഴപ്പമില്ല, ഇവിടെ ഈ ശബ്ദത്തിന് കുഴപ്പമില്ല, ചുമരുമയ്ക്ക് മുട്ടിയിട്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് നോക്കാൻ വേണ്ടിയിട്ടല്ലേ SIT അവിടെ പോയിട്ടുള്ളത്. CCTV പരിശോധിക്കണം. CCTVയിൽ അവിടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടെ വന്ന് കയറിയവർ, ഇറങ്ങിപ്പോയവർ,
പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കൊള്ള പിടിക്കുമെന്ന് ഉറപ്പായ സമയത്ത് അവിടെ വന്ന കാറുകൾ, അവിടുന്ന് പോയ കാറുകൾ, ആ കാറിൽ കയറ്റിക്കൊണ്ടുപോയ സാധനങ്ങൾ, ആ കാറിൻ്റെ നമ്പർ, അത് ഓടിച്ചവൻ്റെ രൂപങ്ങൾ, അത് ഓടിച്ചവനെ കൃത്യമായിട്ട് തിരിച്ചറിയാം. അടുത്ത വീട്ടിലെ CCTVകളും. ഇതിനൊക്കെയാണ് അവിടെ SIT പോയത്. മനസ്സിലാക്കട എരപ്പാടികളെ. അല്ലാതെ അവിടെ ഇവന്മാർ പറഞ്ഞ പോലെ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ കളവ് മുതൽ അവിടെ കുഴിച്ചിട്ടുണ്ടെന്നിട്ട് പോയതൊന്നുമല്ല, അതെടുക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. അത് ആ വീടിൻ്റെ ഏഴായാലത്ത് പോലും കൊണ്ടുവരില്ല. CCTVയിൽ കൊള്ള നടന്നു എന്നുള്ള സൂചന, അവിടെ കൊള്ള നടന്നു എന്നുള്ള സൂചന പോലീസുകാർക്ക് കിട്ടി. അന്വേഷണം ഇതാ വരുന്നു എന്നറിഞ്ഞ സമയത്ത് തന്നെ അതിനുശേഷമുള്ള ഓരോ നീക്കവും CCTV മുഖാന്തരം അത് പോലീസ് അറിഞ്ഞിട്ടുണ്ട്. അടുത്ത വീട്ടിലും പരിശോധിച്ചിട്ടുണ്ട്. പല ചടുലമായിട്ടുള്ള നീക്കങ്ങൾ അതവർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വന്ന കാറുകൾ, പോയ കാറുകൾ, അതിൻ്റെ നമ്പർ, വന്നവരും എല്ലാം കുടുങ്ങുന്നല്ല, അവർ വിളിക്കും, ചോദ്യം ചെയ്യും. അപ്പോൾ അയാൾ പറയും, എനിക്കൊന്നും അറിയില്ല സാറേ, ഞാനവിടെ ഫ്രാൻസിസ് ടാക്സി അതിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും ഫോൺ വിളിച്ചു, 10 മണിക്ക് കൊണ്ട് ഫോൺ വിളിച്ചത്. ഞാൻ അവിടെ ചെന്നു. അവർ 2 ദിവസം സൂട്ട് കേസും മറ്റോ കയറ്റി. അതിനകത്ത് ഞാൻ സഹായിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല അല്ലേ. അത് ഞാൻ എവിടെ കൊണ്ടുവിട്ടെ? ഞാനവിടെ വൈറ്റില ജംഗ്ഷനിൽ അവിടെ കൊണ്ടുവിട്ടു. അതുകൊണ്ട് എനിക്ക് വേറൊന്നും അറിയില്ല സാറേ. എന്നാൽ നീ പൊക്കോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ വരണം കേട്ടോ. ഞാൻ വരാം സാറേ, ഞാനിപ്പോൾ ഇവിടെ അപ്പുറത്തുള്ളതല്ലേ, നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് ജീവിക്കാൻ പറ്റുക. അത് അവര് പോയാൽ അവിടെ തത്വം പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ വലിയൊരു കാര്യമുണ്ട്. ജയിൽവാസം, ഇല്ലത്ത് മറ്റുള്ളവരുടെ അധിനിവേശം, അതും ഇവിടെ ഒരു വീട് പരിശോധന തന്നെയാണ്. അല്ലെ, അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടെക്നോളജിയാണ്, സ്ട്രാറ്റജിയാണത്. ഇവിടെ ഒരു മനഃശാസ്ത്രമുണ്ട്. ഒരു മനുഷ്യൻ്റെ സ്വാഭിമാനം അത് സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഉണ്ടാക്കുക. എന്നെ ആദ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ MR മണിയൻ സാറ്, ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ആദ്യം പറഞ്ഞു ഇങ്ങോട്ട് മാറിക്കള എന്നാ പറഞ്ഞത്. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവിടെ തന്നെയുള്ളൊരു കോഴിയാൻ വർഗീസ് പറഞ്ഞ എക്കോൺഷോള് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി, എന്തിനാടോ ഈ വഴക്കും വയ്യാലും, തനിക്കൊക്കെയും ഭാവിയുള്ള ആളല്ലേ. പിന്നെ അങ്ങനെയായി വർത്തമാനം. പിന്നീട് എൻ്റെ ഗീത ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. അന്ന് എന്നെ വിളിച്ചെന്നറിയോ, സ്വാമിയെ നമസ്കാരം. പ്രസംഗിക്കുമ്പോൾ സമ്മതിച്ചു, നിങ്ങളുടെ സ്വാമിയെ ഞാൻ ലോക്കപ്പിലിട്ട ആളാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചിരിപ്പിച്ചു. അപ്പോൾ ഇവിടെ സ്വാഭിമാനമുള്ളപ്പോൾ എൻ്റെ സ്വഭാവം എനിക്ക് കാണിക്കാൻ പറ്റും. നേരെ ഞാൻ പ്രതിയായിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനെന്ന് ചോദിക്കുക, തൻ്റെ ചായ വേണോ? ചായ വേണ്ട സാർ, ഞാൻ കാപ്പിയെ കുടിക്കാറുള്ളൂ, ഫിൽറ്റർ കാപ്പിയെ കുടിക്കാറുള്ളൂ. പറയാൻ പറ്റുമോ? 2 ഇഡ്ഡലി ഒരു ചായയും കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇഡ്ഡലിയല്ല ഇടിയപ്പം കഴിക്കാറ്. ആ ഇടിയപ്പം കുറച്ച് കഴിഞ്ഞാൽ തരാട്ടോ എന്ന് പറയും. സാറ് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇടിയപ്പം തരാട്ടോ, 2.5 മതിയോ, അത് കുറച്ചും കൂടി കൂടുതൽ വേണം, എത്ര കഴിഞ്ഞ് തരാമെന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് ചെന്ന് കയറി ഉണ്ടോ, എന്താ നിൻ്റെ പേര്, ഇങ്ങോട്ട് മാറിക്കടാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മാനസികമായിട്ട് തളർത്തുകയാണ് അവർ. അവിടെ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് സ്വാഭിമാനം ഉരുത്തിരിയുക. സ്വാതന്ത്ര്യമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വാഭിമാനം നഷ്ടപ്പെട്ടിരിക്കും. സ്വാഭിമാനമുണ്ടെങ്കിലേ സ്വസ്വഭാവം അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. ജയിലിൽ പോയിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് കാലത്ത് 5 മണിയാകുമ്പോൾ ഒരു ചായ വരും. ആ സമയത്ത് ബെല്ലടിക്കും, എല്ലാവരും എഴുന്നേൽക്കണം, എല്ലാവരും പുറത്തുനിന്ന് നിൽക്കണം, കാണണം. അവിടെ എല്ലാവർക്കേ ഡ്യൂട്ടി മാറുമ്പോൾ കാണണം. അപ്പോൾ അവരും പറയാം, അതെ ഞാൻ 8 മണിക്ക് എഴുന്നേൽക്കാറുള്ള സാറുള്ള കാര്യം പറയാൻ പറ്റുമോ? അവിടെ സ്വസ്വഭാവം നഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര തണുപ്പ്, ഞാൻ കുളിക്കണില്ല, പറ്റുമോ? കുളിക്കണം. അതിൽ സൂപ്പറിൽ വരുമ്പോൾ ഇയാളെന്താ ചപ്രപറയായിട്ടിരിക്കുന്നത്, മുടി വളർത്തിയിട്ടാണ് ചെല്ലുന്നത്, മുടി വെട്ടണം. അല്ല സാറേ, ഞാൻ എൻ്റെ സ്റ്റൈലാണത്. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ സ്റ്റൈൽ ഞങ്ങളും കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ഇതൊന്ന് സ്വാതന്ത്ര്യത്തിലാണ് സ്വാഭിമാനം ഉണ്ടാകുക. സ്വാഭിമാനമുള്ളപ്പോഴാണ് സ്വസ്വഭാവം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുക. അല്ലെങ്കിൽ നമ്മൾ കാളകളാണ്, മൃഗങ്ങളാണ് വാസ്തവത്തിൽ. സ്വാഭിമാനത്തെ ആധാരമാക്കാതെ സ്വഭാവത്തിൻ്റെ പ്രോജ്വലനം അവിടെ നടമാടില്ല എന്നർത്ഥം. ഇവിടെ
പെട്ടെന്നുണ്ടായിട്ടുള്ള അസ്വാതന്ത്ര്യം. അതാണ് ഇപ്പോൾ തന്ത്രിക്ക് സംഭവിച്ചത്. സ്വാഭിമാനം തകർന്ന് തരിപ്പണമായി. സ്വസ്വഭാവം തദനുബന്ധിയായിട്ടുള്ള ചര്യകളും തകർത്തു. ഇനിയിപ്പോൾ പറയാൻ പറ്റുമോ, എനിക്ക് മട്ടൻ വേണ്ട, എനിക്ക് സാമ്പാർ മതി, അല്ലെങ്കിൽ എരിശ്ശേരി മതി, എനിക്ക് പുളിശ്ശേരി മതി, എനിക്ക് പപ്പടം വേണം, അതൊക്കെയും പറയാൻ പറ്റുമോ? വീട്ടിലെച്ചാൽ പറയാൻ പറ്റും. ഇന്ന് പപ്പടമല്ലേ ഇവിടെ, ഇന്ന് പപ്പടം കിട്ടിയില്ല, എന്തൊരു കഷ്ടം നോക്കൂ. എന്നാൽ നിങ്ങൾക്ക് അപ്പുറത്തെ പൊന്നുക്കര പോയിട്ട് വാങ്ങിക്കായിരുന്നില്ലേ പപ്പടം എന്നെങ്കിലും പറയാൻ പറ്റും. ജയിലിൽ പറയാൻ പറ്റുമോ? സ്വഭാവം അവിടെ നടമാടില്ല. കാരണം എന്താണ്? സ്വാഭിമാനമില്ല. കാരണം എന്താണ്? സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാഭിമാനം, സ്വാഭിമാനത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് സ്വഭാവം, സ്വന്തം ഭാവം എന്നർത്ഥം. അപ്പോൾ ഇവിടെ സ്വയം ഒരു നിയന്ത്രിത്വമില്ലാതായി മാറി, അടിമയായിട്ട് മാറി എന്നർത്ഥം. അങ്ങനെയുള്ള ഒരുവനെ എളുപ്പം ഭരിക്കാനാകും. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ മണി 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 പോലെ ഉത്തരങ്ങൾ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ അവിടെ പോകുമ്പോൾ, ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അവർ ആദ്യം എന്താ പറയുക അറിയാമോ? നോക്കൂ, അങ്ങ് ഒരു തന്ത്രിയാണ്, ഇപ്പം അങ്ങ് പ്രതിസ്ഥാനത്ത് മാത്രമാണ്, അങ്ങ് പ്രതി ആയിട്ടില്ല. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, ഞങ്ങൾ നിയോഗിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ ശത്രുവല്ല അങ്ങ്, അങ്ങയുടെ ശത്രുക്കളുമല്ല ഞങ്ങൾ. ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അങ്ങേക്ക് അറിയാമല്ലോ. കൃത്യമായിട്ട് അങ്ങ് ഉള്ള കാര്യങ്ങൾ പറയുക, അതാണ് ഈ നിർവാഹമുള്ളൂ. ഇത്രയും ദിവസങ്ങളെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, നാട്ടുകാർ മുഴുവൻ ചെരുപ്പോണ്ട് എറിയിട്ടില്ലെന്ന് മാത്രം. പോലീസുകാരെ വട്ടട്ട് പിടിച്ച കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പാമ്പും കോണിയും കളിയിൽ നിന്ന് 98-ൽ നിന്ന് 100-ലേക്ക് കടക്കാതെ നേരെ താഴോട്ട് വന്നൊരു ഗതികേടുണ്ടല്ലോ. മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ബുർജ് ഖലീഫയിൽ താഴോട്ട് ചാടിയ പോലെ ചാപ്പിളി വിളിയായി. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം വരും. 6 പരിക്കോട്ടി ചെല്ലിയാൽ 6 കൈ നീട്ടിയാൽ അണ്ടാട്ടി, അയ്യോ. നാളെ വരുമ്പോൾ 6 പിറ്റേ ദിവസം വരുമ്പോൾ 6 പരിക്കോട്ടി ചെല്ലിയാൽ 6 1 6 1 6 6 7 6 12 3 6 18 4 6 കറക്റ്റ് ചെല്ലും. കാരണം എന്താ? അടി കിട്ടി, അവൻ്റെ അഭിമാനം തകർന്നു. പിറ്റേ ദിവസം വീണ്ടും അഭിമാനം ഒരു അടി കിട്ടും. പഠിച്ചു. അപ്പോൾ ആയതുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള പ്രക്രിയയ്ക്ക് മുമ്പായിട്ട് അവൻ ഒരാളുടെ സ്വാഭിമാനം തകർക്കും. അതിനാണ് പലപ്പോഴും ജയിലിലും പലപ്പോഴും പോലീസ് സ്റ്റേഷനിലും അമ്മയ്ക്ക് വിളിക്കുന്നത് അപ്പനും വിളിക്കുന്നതും. അതൊക്കെ ഒരു സൈക്കോളജിയാണ് എന്നർത്ഥം, സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ മനസ്സിലായോ റെയ്ഡ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന്? ഇതെല്ലാത്തിനും വേണ്ടിയിട്ടാണ് റെയ്ഡ് നടത്തിയത്. അല്ല അവിടെ പോയി കഴിഞ്ഞാൽ സ്വർണ്ണക്കട്ടികൾ പിടിക്കാൻ പറ്റുന്ന വിചാരിച്ചു പോകുന്ന നിന്നെപ്പോലുള്ള ഊശാമ്പികളല്ല. മറ്റേ പച്ചക്കുതിരയുണ്ടല്ലോ, നിരീക്ഷണ പണിക്കർ, അവനേക്കും പറഞ്ഞു ഒന്നും കിട്ടിയില്ല. മറ്റേ ചക്കം പിന്നെ പറയാൻ അവൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. തീട്ടം അല്ല, മറുകാടൻ അരപ്പാടി ഒന്നും കിട്ടിയില്ല. അത് ഇന്നലെ പറഞ്ഞു തുടങ്ങി. അന്വേഷണം തുടങ്ങി 1 മണിക്കൂർ കഴിയുമ്പോഴേയും പറഞ്ഞു ഒന്നും കിട്ടിയില്ല എന്ന്. എരപ്പാളിക്കൂട്ടങ്ങൾ ഒരു കാര്യം അറിയണം, വീട്ടിനുള്ളിൽ കുഴിച്ചിട്ട തൊണ്ടി മുതൽ അതേപോലെ ഇങ്ങനെ അത് ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് വിവരം കിട്ടിയിട്ടൊന്നും അവിടെ പോയതല്ല. ഇത് കളവ് മുതൽ അവിടെ കൊള്ള നടന്നു എന്നുള്ള കാര്യം അത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ വീട്ടിലത് മാന്തിപ്പൊന്തിക്കാൻ ആൾക്കാർ വരും എന്നറിയാമോ അവർക്ക്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ആ സാധനം ആ വീടിൻ്റെ അയലത്തേക്ക് അടുപ്പിക്കില്ല, കട്ടുകൊണ്ടുവന്ന മുതൽ. ആയതുകൊണ്ട് തന്നെ അതെണ്ണി പറക്കാൻ വേണ്ടി SIT അവിടെ ചെല്ലാനും പോകുന്നില്ല. കള്ളന്മാർ, കണ്ടരന്മാർ അവരുടെ വീടല്ല കേട്ടോ, ഇല്ലെന്നാ പറയുക. അവിടെ പൂഴ്ത്തി വെച്ചിട്ടുള്ള ആ വീടിനകത്ത് പൂഴ്ത്തി വെച്ചിട്ടുള്ള ആ വീട്ടുകാരുടെ വീട്ടുകാരത്തി, അവിടെ പൂഴ്ത്തി വെച്ചിട്ടുള്ള രഹസ്യമുണ്ടല്ലോ, രഹസ്യമെന്ന് പറയുന്ന തങ്കക്കട്ടി, അത് തോണ്ടിയെടുക്കാൻ അവിടെ ചെന്നത്. ആ ഒരു കാര്യത്തിൽ 100%, 101, 102, 103, 104, 150% വിജയിച്ചിട്ടുണ്ട് കേട്ടോ. SIT വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് SIT കണ്ണടച്ചിട്ടെല്ലാം പരിശോധിക്കുക.
എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ വഴിക്ക് നീങ്ങുക. അതിന് മുമ്പ് എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ ദുബായിലോ മറ്റുള്ള പെൺകുട്ടിയുടെ പെറ്റീഷൻ കിട്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർ അത് ഉത്തരവിട്ട് ഉടനെ കയറി പിടിക്കില്ല ചെയ്തത്. എല്ലാ കാര്യങ്ങളുടെ വലയം പൂട്ടിയിട്ട് കൊതുകിനെ തല്ലുന്ന പോലെ സസൂക്ഷ്മം ഇനി അടിച്ചാൽ കൊതുകിന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് അറിയുമ്പോൾ മാത്രം അടിക്കുന്നത്. അങ്ങനെയാണ് പിടിച്ചത്. ചെന്നിറങ്ങി വന്നു പറഞ്ഞാൽ ഏത് കേസെന്ന് വെക്കണം, അവന് കേസ് തന്നെ അറിയില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ വളഞ്ഞിട്ട് പിടിക്കുക. അതുമാത്രമല്ല, അവരുടെ ആ ഔദ്ധത്യം ഉണ്ടല്ലോ, വമ്പ്, അതാദ്യം തീർക്കണം. അത് തീർത്തില്ലെങ്കിൽ പലപ്പോഴും മുമ്പ് പറഞ്ഞ പോലെ അവരുടെ ആ ചോദ്യം ചെയ്യൽ വിജയിക്കാതെ വരും. ഏതായാലും ഇനിയിപ്പോൾ ബാക്കിയായിട്ടുള്ളത് ഇവർ ഈ കട്ടുകൊണ്ടുപോയ സാധനങ്ങൾ, ഇവർ കളവ് നടത്തിയ കാര്യങ്ങൾ അവരുടെ ഭാര്യമാർക്ക് അറിയില്ല എന്നുണ്ടോ? നിങ്ങൾ പറ. പെട്ടെന്നുണ്ടാകുന്ന ധനസമൃദ്ധി, ധനത്തിൻ്റെ വമ്പത്തം, അത് അവരുടെ ഭാര്യമാർ അറിയില്ല എന്നുണ്ടോ? രാത്രി ഒരുമിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പലവരും ധീരവീര യോദ്ധാക്കളാവും ഭാര്യമാരുടെ മുമ്പിൽ എടി ഉള്ള കാര്യമാണോ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ചെന്നിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറയാം സാറേ എന്നും പറയും. ഒരു പെണ്ണ് ഇതിൻ്റെ പുറകിലുണ്ടാവുള്ളൂ, കൊണ്ടുവാ എന്നും പറഞ്ഞ്. അത് കൊണ്ടുകൊടുക്കുമ്പോൾ പിന്നെ ധീരത. പോറ്റിയുടെ വീട്ടിൽ നിന്നല്ലേ സ്വർണം കണ്ടെടുത്തത്, ഇയാളുടെ വീട്ടിൽ നിന്നല്ലേ നീലക്കുതിര വാജി കണ്ടെടുത്തത്. അപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ടു ചെന്നിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഇനി അത് കണ്ടെത്തണം. അതിനുള്ള മാർഗങ്ങളാണ് SITക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നേരത്തെ അവിടെ പോയിട്ട് എവിടെ സ്ഥലങ്ങളേക്കും കൊണ്ടുപോയിട്ടുള്ളത്, അതായത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആ ഉത്തരത്തിൻ്റെ താഴെ കൊണ്ടുവച്ചെന്ന് ഒരു പറയും തോന്നുന്നുണ്ടോ? എന്നിട്ട് അത് പോയി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെന്ന്. അല്ലടാ എരപ്പാളി, മറുകാടൻ എരപ്പാളി, എടാ നിരീക്ഷണ പണിക്കർ എരപ്പാളി, നീ വിചാരിക്കുന്നേക്കാൾ, അല്ലെങ്കിൽ നീ ഇവിടെ വല്ല CBI ഡയറക്ടർ അജിത് ഡോവലൊക്കെ ആയിട്ട് മാറുമായിരുന്നില്ലേ? നീ ഇപ്പോൾ ഇവിടെ വന്ന് യൂട്യൂബ് നടത്തി, അതുപോലെ തന്നെ മറ്റേ ചാനലിൽ വന്ന് കിട്ടുന്ന അഷ്ടിക്കുള്ള അതുമായിട്ട് നടക്കില്ലേ? പക്ഷെ നീ ഇപ്പോൾ SITക്കാർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആർക്കാടാ ബുദ്ധിയില്ലാത്ത? നിനക്കാടാ ബുദ്ധിയില്ലാത്ത കാരണം എന്താ? നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. നിൻ്റെ തന്തയും തള്ളയും ജനിച്ച സമയത്ത് നിൻ്റെ തലയ്ക്കകത്ത് തലച്ചോറായിരുന്നു. ഇപ്പം അതിനകത്ത് എന്താ? തന്നെ ഇപ്പം അതിനകത്ത് സംഘപരിവാറുകാർ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് മറ്റേ സാധനം. പിന്നെ എങ്ങനെയാടാ ബുദ്ധി ഉണ്ടാവുക?